ശ്രീ രാധാകൃഷ്ണൻ, പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം സമൂഹത്തിന് എതിരാണെന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസംഗം താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. അങ്ങേയറ്റം തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പരാമർശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കലാപാഹ്വാനത്തിന് തന്നെ ഉതകുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കി വോട്ട് വാങ്ങിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന നീച വൃത്തിയാണ് അത്. കാരണം അദ്ദേഹത്തിന് സത്യസന്ധമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗരത്വ ഭേദഗതി നിയമം ഒരൊറ്റ മനുഷ്യന്റെയും പൗരത്വത്തെ നിഷേധിക്കുന്നില്ല. പകരം എല്ലാവർക്കും പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ പൗരത്വം നേടുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. ആ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ മത തീവ്രവാദികളുടെ ഭീഷണിക്ക് വശഗതരായി ജീവിതവും സ്വത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അവർ പലായനം ചെയ്തു വരുമ്പോൾ അവർക്ക് സുരക്ഷ കൊടുക്കുന്നതിനുള്ള നിയമമാണ്. അവിടെ മതത്തിന്റെ പേരിലാണ് ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളും പാർസികളും ഒക്കെ പാകിസ്ഥാനിലും ഇസ്ലാമാബാദിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പീഡിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് ഇരകളാക്കപ്പെട്ട് ജീവനും കൊണ്ട് ഓടി ഇവിടെ വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് അത്. മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം ആർജവമുണ്ടെങ്കിൽ പറയട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിം പൗരന്റെ പൗരത്വം ഈ നിയമം മൂലം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ? അതില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശുദ്ധമായ കളവ് നടത്തി ഈ സമൂഹത്തെ വിഭജിക്കുന്നതിന് വേണ്ടി ഒരിക്കലും പരിശ്രമിക്കരുത്. അത് അദ്ദേഹം ശ്രദ്ധിക്കണം എന്നാണ് എനിക്കാകെ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറയാനുള്ളത്. 10 വോട്ട് കിട്ടും എന്ന് കരുതിയിട്ട് ഇങ്ങനത്തെ ഈ ലുംബനിസം, ആ വാക്കിന്റെ പേര് ലുംബനിസം എന്നാണ്. മുഖ്യമന്ത്രിക്ക് അത് അറിയാൻ കഴിയും. കാരണം ആ ലുംബനിസം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പദാവലിയിലെ വാക്കാണ്. ഒരു മുഖ്യമന്ത്രി ലുംബനിസം പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ പാടില്ല. ഒരു മുഖ്യമന്ത്രി 4 വോട്ട് കിട്ടും എന്ന് കരുതി മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.